നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, എത്ര രൂപ ചെലവാകും? അതിപ്പോ ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും ആവും അല്ലേ മോളെ? 1 ലക്ഷം രൂപയോ? ജോലിയൊന്നുമില്ലാത്ത മോളെങ്ങനെ അത്രയും വലിയ തുകയുണ്ടാക്കും? ഇപ്പൊ തന്നെ ചുമലിലൊരു ബാധ്യതയുണ്ട്. വിനുവേട്ടന്റെയും ദിയമോളുടെയും, പിന്നെ എന്റെയും ചെലവ് കാശ് ഞാൻ നൽകാന്നല്ലേ ഏറ്റിരിക്കുന്നത് മുത്തശ്ശി. എനിക്കൊരു ചെറിയ ജോലിയിലേ ഉള്ളൂ. ട്രെയിനിങ് സമയമായതിനാൽ ശമ്പളം കുറവാ. അത് മാത്രം വെച്ച് മോളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോ എനിക്കിനി ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ലേ വന്ദനവേ? എന്റെ അച്ഛനും അച്ഛമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും അവർ തന്നേനെ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില് ആവശ്യമില്ല എങ്കിലും ചില കാര്യങ്ങളൊക്കെ ഓർത്തു പോകുന്ന രാജീവ് വിൽപത്ര പ്രകാരം വന്ദനയ്ക്ക് നൽകിയ അധികാരം വിട്ടുകൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോ പണത്തിന് വല്ല പഞ്ഞും ഉണ്ടാകുമായിരുന്നോ? പണത്തിന് പഞ്ഞുണ്ടാവില്ലായിരുന്നു. പക്ഷെ ചികിത്സയുടെ കാര്യോർത്ത് വേവലാതിപ്പെടാൻ ദേമോൾ ഇവിടെ ഉണ്ടാവുമായിരുന്നോ? രാഗിയും സാഗറും കൂടി എന്റെ മോളെ കൊന്നനെ. അങ്ങനെ ചിന്തിക്കുമ്പോ നീ ചെയ്തത് പുണ്യമാണ് മോളെ. ദിയമോളെ പോലെ ഒരു കുഞ്ഞ് എന്നും ജീവിച്ചിരിക്കണം. അത് പുണ്യത്തിന് മേലെയുള്ള പുണ്യമാ. അത്തരം പുണ്യങ്ങൾക്കാണമ്മേ ദൈവത്തിന്റെ മുന്നിൽ സ്ഥാനം. ദൈവം കണക്ക് പുസ്തകത്തിൽ അത് കുറിച്ചിട്ടിട്ടുണ്ടാവും. ക്ഷേത്രത്തിൽ വെച്ച് ഒരു സ്ത്രീയല്ലേ നിന്നോട് ഡോക്ടറുടെ കാര്യം പറഞ്ഞത്? ആ സ്ത്രീയെ ദേവി തന്നെ അയച്ചതാണെന്നല്ലേ നീ പറഞ്ഞത്? അത് സത്യാണ് മോളെ. അതുപോലെ ദേമോളുടെ ചികിത്സ നടക്കാനുള്ള ഒരു കാര്യം ദേവി എന്നെ മനസ്സിലും തോന്നിപ്പിച്ചിട്ടുണ്ട്. എല്ലാം മംഗളമായി നടക്കും. നീ വാ മോളെ. എങ്ങോട്ടാ അമ്മേ? ദൈവം നിശ്ചയിച്ച വഴിയിലേക്ക്. നീ വാ വാ. എന്റെ മക്കൾ ഇങ്ങോട്ട് വാ. വാ. പതുക്കെ. ആ. മുത്തശ്ശി, എന്റെ മോൾക്ക് നല്ല കാലം തെളിയാൻ പോവാ. ബുജ്ജമ്മ സുഹൃതം. ഇനി വാ വാ. എന്റെ മക്കൾ ഇങ്ങോട്ട്. ഓ എനിക്ക് വയ്യേ. നമുക്കേ ഓറഞ്ച് തിന്നാലോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.